കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. കർശന ഉപാധികളോടെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 28ാം ദിവസമാണ് ഷൈനിയുടെ ഭർത്താവായ നോബിക്ക് ജാമ്യം ലഭിച്ചത്. ആഴ്ചകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി നോബി ലൂക്കോസിന് ജാമ്യം അനുവദിച്ചത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. 28 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് കർശന ഉപാധികളോടെ നോബി ലൂക്കോസിന് ജാമ്യം അനുവദിച്ചത്. കോടതി നടപടികൾ പൂർത്തിയാക്കി നോബി നാളെ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. ഭർത്താവ് നോബിയിൽ നിന്നുമുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിക്കുന്നതിന് തലേ ദിവസം നോബി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ കേസിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നോബിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും ഹർജി നൽകിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നു ഏറ്റുമാനൂർ പാറോലിക്കലിൽ വെച്ച് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. ടോബി ജോൺസൺ, 24, കോട്ടയം.